കുഞ്ഞെ. എന്ത് കുറ്റം ചെയ്തിട്ടാ നിനക്ക് ഈ അനുഭവം? ഒരമ്മയുടെ പാല് കുടിച്ച് വളരേണ്ട നീ കുപ്പിപ്പാല് കുടിക്കുന്നു. കഷ്ടം. ഇത്രയും നല്ലൊരു കുഞ്ഞിനെ ഇതിന്റെ അമ്മ ഉപേക്ഷിച്ചു പോയല്ലോ. അവരൊരു മനുഷ്യ സ്ത്രീയാണോ? മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല. എനിക്കിട്ട് പണി തന്നിട്ട് പോയ ആ വൈശാഖും മൈഥിലിയും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അവര് നരകിക്കും. അയ്യോ, കൊല്ലണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊല്ലണം. അയ്യോ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. നീ പോയിട്ടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ചായ ഇട്ടുകൊണ്ട് വാ. മദർ ഇൻ ലോയുടെ ഓർഡർ അനുസരിച്ചേക്കാം. ഇനി അതിനൊരു വഴക്ക് വേണ്ട. ദേ അമ്മായി, കുഞ്ഞിനെ നോക്കിക്കോണം. ആ, ദേ മൊബൈലിൽ നോക്കിയിരിക്കരുത്. കുഞ്ഞ് താഴെ വീഴാതെ നോക്കിക്കോണം. അതെ, ഉപദേശമൊന്നും വേണ്ട. ഇതേ എന്റെ മകന്റെ കുഞ്ഞാ. കുഞ്ഞിനെ നോക്കാനേ എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. പോയി ചായ ഇട് പോ. ഇതിനെ നോക്കുമ്പോ ആ മൈഥിലിയുടെ മുഖം ഓർമ്മ വരും. മൈഥിലി ഒരു കള്ളിയായിരുന്നു, അതെനിക്കറിയാം. ഇവള് ചെന്ന് ചാടിക്കൊടുത്തത്. ആ, എന്നാ പിന്നെ ഇവിടെ പടലേക്ക് ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. നാലുകണ്ടത്തിൽ നളിനി. ഈ നാട്ടിൽ എവിടെയൊക്കെ നാറ്റക്കേസ് നടന്നിട്ടുണ്ടോ അതൊക്കെ ഇപ്പൊ അറിയാം. നളിനി, എന്തൊക്കെയുണ്ട്? എന്താ പുതിയ വാർത്തകള്? എന്താ? ആ, അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ആഹാ, എന്നിട്ട് എന്തായി കാര്യങ്ങള്? ആ ആ ആ ആ മോളെ, ഈശ്വരാ.
മോളെ അമ്മേ, എന്താ മോളെ ഇത്? കുഞ്ഞിപ്പോ താഴെ വീഴില്ലായിരുന്നോ? ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? കുഞ്ഞിനെ ഞാൻ അതിന്റെ അച്ഛമ്മ ഏൽപ്പിച്ചിട്ട് പോയതാ അമ്മേ. അവർക്ക് ചായ ഉണ്ടാക്കാൻ പോയതാ ഞാൻ. ഇവരിങ്ങനെ ഒരു അവതാരമായി പോയല്ലോ എന്റെ ദൈവമേ. ഓ ഓ ഓ ഓ ഓ. അത് ശരി, കൊത്തി കൊത്തി മുറത്തി കയറി കൊത്താൻ തുടങ്ങിയോ? ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്തോട്ട് കയറിയത്? പറയടി, പറയാൻ. സാവിത്രി, കുഞ്ഞിത ഇവിടുന്ന് താഴെ ഉരുണ്ട് വീഴാറായി. അപ്പൊ ഞാൻ ഓടിക്കയറി കുഞ്ഞിനെ എടുത്തതാ. മോളിതാ കുഞ്ഞിനെ പിടിക്കാം. അതെ, കുഞ്ഞ് താഴെ വീണ നിനക്ക് എന്താ ഇത്ര ദണ്ണം? നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ. കുഞ്ഞ് വീണ നിങ്ങൾക്കൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് സ്വന്തം മകനോട് പോലും സ്നേഹമുണ്ടോ സ്ത്രീയെ? ദേ, നീ മിണ്ടരുത്. നിന്നെ ഞാൻ അടിച്ചൊടിച്ച് മടക്കി ഇവിടെ ഇടും, പറഞ്ഞേക്കാം. പിന്നെ ഇങ്ങോട്ട് വാ. നിങ്ങൾ അടിക്കാൻ വരുമ്പോ എന്റെ കൈയങ്ങ് പുളി പറിക്കാൻ പോവല്ലോ. എന്നെ തൊട്ടാ നിങ്ങൾ വിവരം അറിയും. നീ എന്നോട് കൂടുതൽ കളിക്കാൻ വരരുത്. ഓ സാവിത്രി, വഴക്കൊന്നും ഉണ്ടാക്കണ്ട. കുഞ്ഞ് താഴെ വീണ് എന്തെങ്കിലും പറ്റുമെന്ന് കണ്ടപ്പോ ഞാൻ ഇപ്പുറത്തേക്ക് ഓടിക്കയറി പോയതാ. മേലാൽ ഞാൻ കയറില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? അമ്മ. എന്താ നന്ദിനി? മുത്തശ്ശി, ഇവരെന്നോട് ചായ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുഞ്ഞിനെ സോഫയ്ക്ക് എടുത്തിട്ട് ഇവരോട് നോക്കിക്കോളാൻ പറഞ്ഞ് ചായ എടുക്കാൻ പോയി. ഇവര് ഫോണിന്റെ പിറകെ പോയി. കുഞ്ഞ് താഴെ വീഴുമെന്ന് കണ്ടപ്പോ അമ്മ ഓടി വന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അതിന് ഇവരുടെ ബഹളം. ഇവൾ ഈ അതിര് കടന്നത് എന്തിനാണെന്ന എന്റെ ചോദ്യം. ആ, ഇവൾ അതിര് കടന്നത് നിന്റെ മകന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാ. എന്താ മനസ്സിലായില്ലേ? ദേ, ഈ വീട് രണ്ടായിട്ട് ഭാഗം വെച്ചിരിക്കുക. അതാരും മറക്കരുത്. ഈ വീട് രേഖാമൂലമൊന്നും ഭാഗം വച്ചിട്ടില്ല. ചിലരുടെ സമാധാനത്തെ കരുതി ഇങ്ങനെ ഒരു അതിര് നിശ്ചയിക്കാൻ ഞാൻ സമ്മതിച്ചു എന്ന് മാത്രം. ACP ആയ മകനെ നിന്റെ വരുതി കിട്ടിയെന്ന് കരുതി നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയോടും നിനക്ക് ജന്മം തന്ന നിന്റെ അച്ഛനോടും നീ യുദ്ധത്തിന് വരരുതേ. ഇത് ഏതറ്റം വരെ പോകുമെന്ന് കരുതി ഞങ്ങളെ ക്ഷമിച്ചിരിക്കുക. ദേ, നീ നിന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് നാവടക്കി നിന്നില്ലെങ്കിൽ ആദ്യം ഈ വീട്ടിൽ നിന്ന് തെറിക്കുന്നത് നീയായിരിക്കും. എന്റെ പ്രൊഫൈൽ നിനക്കറിയാലോ. ഞാനൊരു പരാതി എഴുതി കൊടുത്ത അപ്പ വരും പോലീസ് തലപ്പത്തുള്ളവര് മുതൽ താഴോട്ടുള്ളവര് വരെ. രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകരും ഇതിലിടപെടും. ഒറ്റ കാരണം മതി നീയൊക്കെ പുറത്തേക്ക് പോവാൻ. ഹ്യൂമൻ റൈറ്റ്സ്. മനസ്സിലായോടി? നന്ദിനി, നീ വാ മോളെ. നീ ഇത്രയും പാവം ആവരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ.
ഇത് മതി. ഓക്കെ ചേട്ടാ, ഇതിന് എത്രയാ വില? അതിന് 3.25 ലക്ഷം രൂപ. നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ആ ഓക്കെ, ശരി വരൂ. വാ ഇരിക്ക. ഇരിക്കോ. അതെ, 3.25 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. ഇതേട്ടാ രൊക്കം പണം. ആ ഒരു മിനിറ്റ്. ഓ, ഇത് കള്ളനോട്ട് തന്നെയാ. കൊല്ലക്കുടിയിലാ അവന്റെ സൂചി വിൽപ്പന. ഇപ്പം തന്നെ പോലീസിനെ അറിയിക്കണം. പറയൂ സർ, ഞാൻ ഈ കാർ ഡീലർ ഷോപ്പിലെ മാനേജർ ഫിലിപ്പ് മാത്യുവാ. എന്റെ കടയിൽ കാറ് വാങ്ങാൻ ഒരു കപ്പിൾസ് എത്തിയിട്ടുണ്ട്. അവരൊരു കാർ വാങ്ങി. അവര് തന്ന 3.25 ലക്ഷം രൂപയും കള്ളനോട്ടുകളാ. വിടരുത് അവരെ, തന്ത്രപൂർവ്വം പിടിച്ചേക്കും. ഞങ്ങൾ ഇപ്പൊ എത്താം. ശരി സാർ. വാടോ, വേഗം കയറ്, വേഗം കയറ്, വേഗം വിട്ടോ. കീയുമായിട്ട് നമ്മുടെ പയ്യന്മാർ ഇപ്പൊ വരും. കാറൊന്ന് വാഷ് ചെയ്യുകയും വേണം. ചായ എടുത്തണോ? വേണ്ട. ഇതെന്താ നീ കാശ് എണ്ണി കളിക്കുന്നത്? നീ കാർത്തിയോട് കാശ് വാങ്ങിക്കുന്ന കണ്ടു. എന്തിനാ ഇപ്പൊ കാശ്? കാശില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്റെ മകനോട് ഞാൻ ഈ കാശ് വാങ്ങിയത്. പിന്നെ മകന്റെ പണം എനിക്കുള്ളതാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വാങ്ങിച്ചതാ. ഓ, ആ മീനാക്ഷിയെ കാണിക്കാൻ. ആ, അവളോടുള്ള എന്റെ ഈ അമ്മായിയമ്മ മരുമകൾ അംഗം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഓ ഓ, അത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അത് നല്ല കാര്യം. അവളുടെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ച് കെട്ടിക്കോളൂ. അതിരിക്കട്ടെ, നീ കാശെണ്ണി മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകുന്നത് എന്തിനാ? കാശെണ്ണി കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ ഇതെന്തോന്നാ, 1 കോടി രൂപയോ? ആ, ഞാൻ ഇതും കൊണ്ടേ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോണം, ഒന്ന് ഫേഷ്യല് ചെയ്യണം. നിങ്ങളെന്താ കളിയാക്കുന്നത്? അല്ല, ഒന്നുമില്ല. നീ അതൊക്കെ ഇട്ടിരിക്കുന്നത് ഞാനൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിയതാ. അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ദി ഡെവിൽ എന്നൊരു ക്യാപ്ഷൻ കൊടുക്കാം. നിങ്ങളെ അയ്യോ, ബ്യൂട്ടി പാർലറിൽ പോകാത്തന്റെ കുഴപ്പമേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. വരട്ടെ. 1 2 3. അയ്യോ, ഇപ്പൊ വീണേന്. ഈശ്വര, ആരും കണ്ടില്ല. എടാ, പൈസ വരെ എന്നെ ധിക്കരിച്ചു തുടങ്ങിയോ? നാശം. ഈ
ഇതിനി എങ്ങനെ എടുക്കും? എന്റെ അമ്മേ, ആരും കാണാതിരുന്നാ മതി. അയ്യോ ഭഗവാനെ. തൊട്ടു പോരുത് എന്റെ പണം. എല്ലാം നശിച്ചു. നിന്റെ പണമോ? അതെ, എന്റെ പണം. അയ്യടാ, ഇതേ എന്റെ കൈ ഇങ്ങോട്ട് പറന്നു വീണതാ. അയ്യടാ. ഈ വരയ്ക്ക് ഇപ്പുറത്തുള്ളതെല്ലാം ഞങ്ങളുടേതാ. അത് വന്നെടുക്കാൻ നിനക്ക് എന്താ അവകാശം? നിന്നോട് ഇപ്പുറത്തേക്ക് കടക്കാൻ ആര് പറഞ്ഞു? ആര് നിനക്കതിനുള്ള അധികാരം നൽകി? എടി, അതെന്റെയാ. അനുവാദം ഇല്ലാതെ ഇപ്പുറത്തേക്ക് കടക്കരുതെന്നല്ലേ വ്യവസ്ഥ? നീ കാണിച്ച ധിക്കാരമല്ലേ? നിന്റെ കാശ് പോയാൽ പോട്ടേന്ന് വെക്കണം. സ്വന്തം മകന്റെ കുഞ്ഞ് താഴെ വീണ് പരിക്ക് പറ്റിയാൽ ഒന്നുമില്ലാന്ന് കരുതുന്നവളല്ലേ നീ? തള്ളക്ക് കിട്ടി ഉഗ്രൻ പണി. എന്റെ അമ്മ കസറുന്നുണ്ട്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ ഒന്നുമില്ലാന്ന് കരുതുന്ന നീ ഈ 2000 രൂപയും അങ്ങ് വേണ്ടാന്ന് വെച്ചൂടെ? എന്റെ രൂപ ഇങ്ങനെ തരുന്നുണ്ടോ? തരില്ല. നിനക്ക് എന്നോട് ഇത് മേടിക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പാടി. നിന്റെ കൈ എന്റെ നേരെ ഉയർന്നാലേ ആ കൈ പിന്നെ കാണില്ല. അത് കലക്കി. എടി, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ പാലിക്കാനാ. നിങ്ങൾക്കൊരു നിയമം, ഞങ്ങൾക്ക് മറ്റൊരു നിയമം, അങ്ങനെയില്ല. ഓ, നീ എന്നോട് പകരം വീട്ടുകയാണോ? സാവിത്രി, ഹൃദയത്തിലെ മുറിവേറ്റാലും ചില കാര്യങ്ങൾ ചിലര് ക്ഷമിച്ചു തരുന്നത് അവരുടെ ദൗർബല്യമായിട്ട് നീ കാണരുത്. അത് ദൗർബല്യമല്ല, അവരുടെ വിവേകോ. ഒരു പരിധി കഴിയുമ്പോ അവരുടെ വിവേകം വികാരത്തിന് വഴിമാറും. അങ്ങനെയാണ് കാരണത്തടി വീഴുന്നത്. എന്റെ കയ്യിൽ നിന്ന് അത് മേടിക്കാതെ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. സൂപ്പർ. എന്താടി? നല്ല പാൽപായസം കുടിച്ച സുഖം. വോളണ്ടിയർക്ക് ടിക്കറ്റോ? മൊത്തം പോയി. പണ്ടാരം പിടിക്കാൻ ആശ. ഹലോ, ഇതെന്താ ഇത്ര താമസം? അതെ, ഞങ്ങൾക്ക് പോയിട്ട് ഒത്തിരി തിരക്കുകളുണ്ട്. ഇപ്പൊ വിടാം.